നമസ്കാരം. നമ്മുടെ പേ അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് പേ അക്കൗണ്ട് കൊടുക്കുന്ന സമയത്ത്, ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അപ്പം മെയിനായിട്ടും പാൻ കാർഡിലുള്ള പേര് തന്നെ വേണം കൊടുക്കാൻ. ഇനി ബാങ്ക് അക്കൗണ്ടും പാൻ കാർഡും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പിന്നീട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ബാങ്ക് അക്കൗണ്ടൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും എറർ ലാസ്റ്റ് കാണിച്ചാലും അത് ബാങ്ക് അക്കൗണ്ട് കൊടുത്തായിട്ട് കാണിക്കുകയാണെങ്കിൽ പിന്നെ അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ പോകണ്ട. നമുക്ക് ഇപ്പോൾ പറയുന്ന അനുസരിച്ച് ബാങ്ക് ട്രാൻസ്ഫർ $25 പിന്നെ മറ്റേത് വയർ ട്രാൻസ്ഫർ $100 പറഞ്ഞിരുന്നത്. അന്ന് പേപ്പാൽ അക്കൗണ്ടും $100 പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് പേപ്പാൽ അക്കൗണ്ടിൽ മാത്രമേ നമുക്ക് $25 കിട്ടത്തുള്ളൂ എന്നും ബാക്കി രണ്ടിലും $100 കിട്ടുള്ളൂ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം കുറച്ച് പേർക്ക് ക്യാഷ് ഈ മാസത്തേതൊക്കെ അങ്ങനെ ഇമെയിൽ വന്നു എന്നും കേട്ടു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു പ്രാവശ്യം കൊടുത്തപ്പോൾ ആ സമയത്ത് എവിടെയെങ്കിലുമൊക്കെ റെഡ് വല്ലതും കാണിച്ചാലും പിന്നീട് അത് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ പിന്നെ അതിനകത്ത് കൂടുതൽ നമ്മളൊന്നും ചെയ്യാൻ പോകണ്ട. എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ അവർ നമ്മുടെ പേയ്മെൻറ്റ് കയറേണ്ട ഒരു സമയമുണ്ടല്ലോ നമ്മുടെ ബാങ്കിലേക്ക്. ആ ഒരു സമയമാകുമ്പം അവർ ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നമ്മുടെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ നമുക്ക് ഒന്നുകിൽ മെയിൽ അയക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ എപ്പോഴും ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനിൽ വന്ന് കിടക്കും. ചിലർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ തെറ്റിച്ച് കൊടുത്തവർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കാര്യം അങ്ങനെയാണ്. അത് സപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടാലേ ഒക്കുള്ളൂ. അപ്പോൾ നമുക്ക് അന്നേരം ഒരു നോട്ടിഫിക്കേഷനോ കാര്യങ്ങളോ വരുന്ന സമയത്ത് സപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കത് ചെയ്യാം. ഇപ്പം അങ്ങനെ ഓപ്ഷനായിട്ടില്ല. പിന്നെ ശരിക്കും ഓപ്ഷനായിട്ടില്ല. പക്ഷേ നമ്മൾക്ക് ഈ ഇതിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, ഫേസ്ബുക്കിൻ്റെ സബ്സ്ക്രിപ്ഷനല്ല അതിന് പറയണത്, ബ്ലൂ ടിക്ക് വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ പേ ചെയ്യില്ലേ, $625 ആണ് മാസമുള്ളത്. ഫേസ്ബുക്ക് നമുക്ക് നോട്ടിഫിക്കേഷൻ തരും. അതിന് ചില സമയത്ത് അവർ ഓഫർ തരും, $45 ഒരു മന്ത്, പിന്നെ ബാക്കി മന്തിൽ നമ്മൾ $625 വെച്ച് ചെയ്യണമെന്നുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ടുമായിട്ട് കൂടുതൽ കണക്ട് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. കാരണം അങ്ങനെയുള്ളവരുടെയാണ് അവർ കൂടുതൽ റെക്കമെൻഡേഷൻ ചെയ്യുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക, മെറ്റാ വെരിഫിക്കേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആ ബ്ലൂടെക്കിനുള്ള ക്യാഷ് പേ ചെയ്ത് അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് അക്കൗണ്ടിൽ ഒരുപാട് നമുക്ക് ക്യാഷ് കയറുന്നുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, കാരണം നമുക്കപ്പോൾ സപ്പോർട്ടായിട്ട് ബന്ധപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. പ്രത്യേകം അവർക്ക് നമുക്ക് മീൻസ് ഈ മെറ്റാ വെരിഫിക്കേഷൻ ചെയ്തവർക്കാണ് അവർ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എല്ലാ കാര്യത്തിലും. പേയ്മെൻറ്റ് വരെ ഒരു ദിവസം മുമ്പ് അവർ അക്കൗണ്ടിലേക്ക് വരും. അപ്പം ശരിക്കും ഏണിങ്സ് ഒക്കെ കിട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ ഈ മെറ്റാ വെരിഫിക്കേഷൻ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. ഇനി ഏണിങ്സ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇപ്പോഴേ ചെയ്യേണ്ട. ഏണിങ്സ് ഒക്കെ കിട്ടാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുഴപ്പമില്ല, $625 മാസം മുടക്കിയാലും എന്ന രീതിയിലേക്ക് വരുവാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനിയിപ്പം പേടിക്കാനൊന്നുമില്ല. ബാങ്ക് അക്കൗണ്ട് ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും അതിൽ എന്തെങ്കിലും എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നും. നമുക്കതിന് വേണ്ടുന്ന ഡയറക്ഷൻസ് അവരിൽ നിന്ന് തന്നെ കിട്ടും. മെയിലായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ആ സമയത്ത് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇതുപോലെ കുറേ ഡൗട്ട്സ് വരുന്നുണ്ട്. എനിക്ക് പറ്റുന്നത്ര ഞാൻ വാട്സപ്പ് വരുന്നത് മെയിനായിട്ടും ചെയ്യുന്നുണ്ട്. പക്ഷേ ഫേസ്ബുക്കിൻ്റെ ഇൻബോക്സിൽ കയറാൻ സാധിക്കാറില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. താങ്ക്